വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലുള്ള 2 യുവാക്കളുടെയും ജോലിക്കിടെ മരണപ്പെട്ട വ്യക്തിയുടെയും കുടുംബത്തെ സഹായിക്കുന്നതിനും സഹായ കമ്മിറ്റി രൂപീകരിച്ചു. ആനമങ്ങാട് മണലായയിലാണ് യോഗം നടന്നത്. ഓഗസ്റ്റ് 18 ഞായറാഴ്ച സഹായ സമിതിയുടെയും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളുടെയും നേതൃത്വത്തിൽ 5 വാർഡുകൾ കേന്ദ്രീകരിച്ച് ഏകദിന ഫണ്ട് സമാഹരണം നടത്തും. കഴിഞ്ഞ ജൂൺ 28 പെരിന്തൽമണ്ണ ചെറുപ്പുളശ്ശേരി പാതയിൽ ആനമങ്ങാടുണ്ടായ വാഹനാപകടത്തിൽ 2 യുവാക്കൾക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. മണലായ പൂണോത്ത് രാജേഷ് എന്ന യുവാവിന്റെ ഊരയെല്ലുകൾ പൂർണ്ണമായും തകർന്ന് അതീവ ഗുരുതരാവസ്ഥയിലാണ്. ഈ അപകടത്തിൽ മണലായ ചുള്ളിപ്പാറത്തോടി വൈശാഖ് എന്ന യുവാവിന്റെ ഒരു കൈ നഷ്ടപ്പെട്ടു. രാജേഷിന്റെയും വൈശാഖിന്റെയും ചികിത്സയ്ക്കും ഇവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനും ഭീമമായ തുക വേണം. ജോലിക്കിടെ ആഘാതമുണ്ടായതിനെ തുടർന്ന് എടത്തറ സ്വദേശി പുത്തിരിപ്പറമ്പിൽ ഹരിദാസ് കഴിഞ്ഞ ദിവസമാണ് മരണപ്പെട്ടത്. ഹരിദാസിന്റെ കുടുംബത്തെ സഹായിക്കാനും വലിയൊരു തുക ആവശ്യമാണ്. യുവാക്കളുടെ ചികിത്സയ്ക്കും ഹരിദാസിന്റെ കുടുംബത്തെ സഹായിക്കുന്നതിനും നാട്ടുകാരുടെ നേതൃത്വത്തിൽ സഹായ സമിതി രൂപീകരിച്ചു. മണലായ മദ്രസയിലാണ് യോഗം ചേർന്നത്. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ഷീജമോൾ, സ്ഥിരം സമിതി അധ്യക്ഷൻ MP മജീദ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സി ബാലസുബ്രഹ്മണ്യൻ, ലീന ശാന്തിനി, ടി സഫ്വാൻ, PP രാജേഷ് എന്നിവരും AV ജോൺസൺ, U അജയൻ, TP മോഹൻദാസ്, CK അബ്ദുൾ റഫീഖ്, N പീതാംബരൻ, T ശ്രീഹരി, CP ശശിധരൻ, PT സെയ്ദ്, EP അയ്യൂബ്, PM ഷംസാദ് അലി, P സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. യോഗത്തിൽ U അജയൻ ചെയർമാനും MP മജീദ് കൺവീനറും TP മോഹൻദാസ് ട്രഷററുമായ സഹായ സമിതി രൂപീകരിച്ചു. സഹായ സമിതിയുടെയും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളുടെയും നേതൃത്വത്തിൽ അടുത്ത 18 ഞായറാഴ്ച മണലായ, എടത്തറ, ആനമങ്ങാട്, മുഴന്നമണ്ണ ഭാഗങ്ങളിൽ 5 വാർഡുകൾ കേന്ദ്രീകരിച്ച് ഏകദിന ധനസമാഹരണം നടത്തും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ.